വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ട പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ ആശ ടീച്ചർക്ക് നാട് വിട നൽകിയപ്പോൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾക്കും കരളലിയിക്കുന്ന രംഗങ്ങൾക്കുമാണ് അത് സാക്ഷ്യം വഹിച്ചത്. 3 മക്കളുടെ ആശ്രയമായിരുന്നു ആശ ടീച്ചർ. വിനോദയാത്രകളുടെ സംഘാടകയായി എല്ലായ്പ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്ന ടീച്ചറുടെ അപ്രതീക്ഷിത വിയോഗം നാടിനെയും സ്കൂളിനെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മിക്കപ്പോഴും ആശ ടീച്ചർ യാത്രകൾ പോകുമ്പോൾ ഇളയ മകനും 1-ാം ക്ലാസ്സുകാരനുമായ അജുവിനെയും കൂടെ കൂട്ടാറുണ്ടായിരുന്നു. എന്നാൽ എന്തോ കാരണം കൊണ്ട് ഈ യാത്രയ്ക്ക് മാത്രം അജുവിനെ ടീച്ചർ കൂടെ കൂട്ടിയില്ല. ഒരുപക്ഷെ അമ്മയെ മാത്രം ആ മക്കളിൽ നിന്നും അടർത്തിയെടുക്കാനായിരിക്കാം വിധിയുടെ തീരുമാനം. അമ്മയുടെ ചേതനയറ്റ ശരീരത്തിനരികിലിരുന്ന് കരയുന്ന ആ 1-ാം ക്ലാസ്സുകാരന്റെ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ഇനി തനിക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരാൻ തന്റെ പ്രിയപ്പെട്ട അമ്മയില്ലെന്ന തിരിച്ചറിവ് ആ കുഞ്ഞിനെയും അനാഥനാക്കുന്നു. ദുരന്തം കവർന്നെടുക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ആ വാഹനത്തിലിരുന്ന ടീച്ചർ പാടിയ വരികൾ ഇപ്പോൾ എല്ലാവരെയും വേദനിപ്പിക്കുകയാണ്. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും എന്ന വരികൾ പാടി അവസാനിക്കുമ്പോഴേക്കും വിധി ആ വസന്തത്തെ തല്ലിക്കെടുത്തിയിരുന്നു. ഒരു വസന്തകാലത്തിന്റെ മുഴുവൻ കുളിർമയായി പാടിയ ഈ ഈണം ടീച്ചറുടെ അവസാന ഗാനമായി മാറുമെന്ന് ആരും അറിഞ്ഞില്ല. ആശ ടീച്ചറുടെ മരണത്തോടെ അവിടെ ഇല്ലാതായത് 3 മക്കളുടെ അമ്മ എന്ന തണലാണ്. മൂത്തയാൾ ബിരുദ വിദ്യാർത്ഥിനിയും രണ്ടാമത്തെയാൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. റിട്ടയേർഡ് SI കൊളത്തൂർ കുമുള്ളിക്കളം ചന്ദ്രന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ആശ. ആശ ടീച്ചറുടെ മൃതദേഹം പാങ്ങിലെ പൊതുദർശനത്തിന് ശേഷം ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സമയം അവിടെ കൂട്ട നിലവിളികളാണ് ഉയർന്നത്. മൃതദേഹത്തിനരികിൽ മാറാതെയിരിക്കുന്ന ഭർത്താവ് ജിതേഷിന്റെ കാഴ്ചയും കരളലിയിക്കുന്നതായിരുന്നു. ആ 3 മക്കളുടെ കൂട്ട നിലവിളികളും അവിടെ ഒരു കണ്ണീർ കടലാക്കി മാറ്റി. വാൽപ്പാറയിലെ 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണ നഷ്ടമായ ആ ട്രാവലർ വാൻ അഗാധമായ താഴ്ചയിലേക്ക് മറിയുകയും 9-ാം വളവിലേക്ക് വന്ന് പതിക്കുകയുമായിരുന്നു. അധ്യാപകരും ജീവനക്കാരും പാചക തൊഴിലാളിയും അടങ്ങിയ ആ സംഘത്തിന്റെ ആഹ്ലാദാരവങ്ങൾ നിമിഷ നേരം കൊണ്ട് നിലവിളികളായി മാറി. ഒറ്റ ദിവസം കൊണ്ട് ആ സ്കൂൾ തന്നെ അനാഥമായ അവസ്ഥയിലാണ്. 10 സ്റ്റാഫുകളുണ്ടായിരുന്ന ആ കൊച്ചു വിദ്യാലയത്തിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകരും ഒരു പ്യൂണും മാത്രമാണ്. പ്രകൃതി ഭംഗി കൊണ്ട് അത്രമേൽ ആകർഷണവും അത്രമേൽ തന്നെ അപകടവും നിറഞ്ഞതാണ് 60 കിലോമീറ്ററോളം നീണ്ട ഈ പാത. 40 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരത്തിലെ ഓരോ വളവിലും അതീവ ജാഗ്രതയോടെയല്ലാതെ വാഹനം ഓടിക്കാനാവില്ല. ലോറി, ബസ് പോലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു തവണ കൊണ്ട് തിരിക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ വളവുകൾ ഈ പാതയിലുണ്ട്. നിയന്ത്രണം നഷ്ടമായാൽ അഗാധമായ താഴ്ചയിലേക്കാണ് വാഹനം വന്ന് പതിക്കുക എന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമായതിനാൽ ഇതുവഴി പോകുമ്പോൾ വന്യമൃഗങ്ങളെ കൂടി പേടിക്കണം. രാത്രികാലങ്ങളിലും പുലർച്ചെയും കാട്ടാനകളുടെ സാന്നിധ്യവും പതിവാണ്. ജനവാസമില്ലാത്ത ഈ മേഖല വിനോദസഞ്ചാരികളുടെ പ്രധാന പാത കൂടിയാണ്.